ഡിസൈനിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിത്രങ്ങളെയോ ചിത്രഭാഗങ്ങളെയോ അവയുടെ ആവശ്യകത അനുസരിച്ച് അലൈൻ ചെയ്യുന്നതിന് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ട്രിക്കിലൂടെ പഠിക്കുന്നത്. ഇവിടെ നാല് ഇമേജുകളുണ്ട്, 4 മോഡലുകളുണ്ട്. ഈ 4 മോഡലുകളും 4 നിൽക്കുന്നത്, അതായത് അലൈൻഡ് അല്ല എന്നർത്ഥം. ഇവയുടെ അടിഭാഗം ഇവരുടെയും ഫൂട്ടിംഗ് അലൈൻമെന്റ് എല്ലാവരുടെയും ഒരുപോലെ ആക്കുന്നതിന് ആ ലെയറുകൾ, അവ ഉൾക്കൊള്ളുന്ന ലെയറുകൾ സെലക്ട് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് പിടിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഒരു ലെയർ സെലക്ട് ചെയ്യുക, അതിന് ശേഷം ഷിഫ്റ്റ് പിടിച്ചുകൊണ്ട് ഏറ്റവും അവസാനത്തെ ലെയറും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറേഞ്ചിലുള്ള എല്ലാ ലെയറുകളും ഒരുമിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ടൂളിലാണെങ്കിലാണ് ഈ കാണുന്ന ബട്ടൺസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇതിവിടെ ഈ ഭാഗത്തൊട്ട് ഇവിടം വരെയുള്ള ഭാഗം അലൈൻമെന്റിന് ഉപയോഗിക്കുന്നതാണ്. ഇത് അലൈൻ ടു ടോപ്പ് എഡ്ജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇമേജുകളുടെ എല്ലാം ടോപ്പ് ഭാഗം, മുകൾ ഭാഗം ഒരുപോലെയാവും. കണ്ടോ, എല്ലാത്തിൻ്റെയും മുകൾ ഭാഗം ഒരേ ലൈനിൽ വന്നു. ഇനി ഇവരെല്ലാം സെൻട്രലായി ഒരേ ലൈനിൽ സെൻട്രൽ വരുന്നതിനാണ് അങ്ങനെ ഈ ബട്ടൺ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇപ്പോഴത്തെ ആവശ്യം ഈ ബട്ടണാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും പാദഭാഗം എല്ലാവരുടെയും ഒരേ ലൈനിലായിട്ട് വരുന്നതാണ്. ഇത് ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്യുന്നതിനും ഇത് വെർട്ടിക്കലി സെൻട്രലൈസ് ചെയ്യുന്നതിനും ഇത് റൈറ്റ് അലൈൻമെന്റ് ചെയ്യുന്നതിനുമാണ്.